Hello friends, I am Nisha from Nissas kitchen. Welcome to my channel. ഇന്ന് നമുക്ക് വട്ടയപ്പം തേങ്ങാപ്പാൽ ചേർക്കാതെ വളരെ സോഫ്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ ആയിട്ട് അപ്ഡേറ്റ്സ് കിട്ടാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ പച്ചരി 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. പഞ്ചസാര മധുരത്തിനനുസരിച്ച്, അവൽ 1/4 കപ്പ്. ഞാൻ വൈറ്റ് അവലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് അവൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഈസ്റ്റ് 1 ടീസ്പൂൺ. ഞാൻ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഏലക്ക 3 എണ്ണം. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചോറ് ഒരു ചെറിയ തവി, ഏകദേശം 2 ടേബിൾ സ്പൂൺ. ആദ്യമായിട്ട് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. പച്ചരി കുതിർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്യുക. അതിന് ശേഷം വേണം കുതിർത്തെടുക്കാൻ. ഞാനിപ്പോൾ ഇതൊരു 6 മണിക്കൂർ ഇതിനെ സോക്ക് ചെയ്തെടുത്തതാണ്. പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് അവൽ സോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് അവൽ ഞാനിപ്പോൾ കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഒരുപാട് കഴുകേണ്ട ആവശ്യമില്ല. അവൽ ഒത്തിരി സോഫ്റ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവലിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് അവലായതുകൊണ്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കിനും ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. എന്നാൽ മട്ട ബ്രൗൺ അവലാണെങ്കിൽ ഒരു 2-3 പ്രാവശ്യം വാഷ് ചെയ്ത ശേഷം സോക്ക് ചെയ്യുക. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമുക്ക് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ 1.5 ഗ്ലാസ് അരിയാണ് സോക്ക് ചെയ്തെടുത്തത്. അതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ആദ്യത്തെ ട്രിപ്പിൽ അരയ്ക്കുന്നത്. ബാക്കി 1/2 ഗ്ലാസ് നമുക്ക് അവലിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ കപ്പിന് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലിപ്പോൾ മുഴുവനും വെള്ളം ഒഴിച്ചിട്ടില്ല, ബാക്കി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അവലും ബാക്കി അരിയും കൂടെ ചേർത്തിട്ട് അരയ്ക്കാനുള്ളതാണ്. നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മയത്തിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ വേണം മാവ് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്, ഒട്ടും തരിയില്ലാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ഞാൻ അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേ ജാറിലേക്ക് നമുക്ക് ബാക്കി അരി, അതായത് 1/2 ഗ്ലാസ് അരി നമ്മൾ ബാക്കി വെച്ചിരുന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലോട്ട് റൈസും അവലും ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ പഞ്ചസാര ഈ ഒരു വലിയ തവിക്ക് 5 തവിയാണ് ചേർക്കുന്നത്. മാവ് അരച്ചതിന് ശേഷം മധുരം നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ആക്റ്റീവ് ഈസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് ചേർക്കാം. ഡ്രൈ ഈസ്റ്റ്, അതായത് കടുകുമണിയുടെ അത്രയും വലിപ്പമുള്ള ഈസ്റ്റ് ആണെങ്കിൽ കുറച്ച് ചൂടുപാലിലോ വെള്ളത്തിലോ 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം മാത്രം ചേർക്കുക. ഇനി ഇതിലോട്ട് ചോറ് ചേർക്കാം. ഞാൻ ഒരു ചെറിയ തവി, അതായത് ഏകദേശം 2 ടേബിൾ സ്പൂൺ ചോറാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് ഏലക്ക ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ഏലക്ക ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം. വെള്ളം നമ്മൾ ആദ്യം അരച്ചതിൻ്റെ ബാക്കി ഒരു 1/4 ഗ്ലാസ് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ അരയ്ക്കുമ്പോൾ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും അരച്ചെടുക്കാം. ഞാനിപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്ത മാവെല്ലാം കൂടെ ഒന്നിച്ചൊരു ബൗളിലാക്കിയിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്ത് മധുരം നോക്കുക. ആവശ്യമാണെങ്കിൽ അല്പം മധുരം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ പാലപ്പത്തിനൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഇതുപോലെ കുറച്ച് ലൂസായിരിക്കണം. ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് പാകമാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല, 2 നുള്ളു മാത്രം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം.
ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു 6 മണിക്കൂർ മാറ്റി വെച്ചിരിക്കാം. ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ 6 മണിക്കൂറോളം വേണ്ടി വരില്ല, ചിലപ്പോൾ 5 മണിക്കൂർ മതിയാവും. അതേസമയം തണുപ്പ് കൂടുതലുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ 8 മണിക്കൂറിൽ കൂടുതൽ വേണ്ടി വരും. ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ചൂട് സമയമാണ്, അതുകൊണ്ട് തന്നെ ഒരു 5.5 മണിക്കൂർ ആയപ്പോൾ തന്നെ മാവ് നന്നായിട്ട് പൊന്തി ഇതിൻ്റെ പുറത്തേക്കൊക്കെ ഇങ്ങനെ ചാടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ ടൈം എന്ന് പറയുന്നത് ചൂടനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിലോട്ട് ഉപ്പും പഞ്ചസാരയൊക്കെ നേരത്തെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് മാവ് ഇപ്പോൾ റെഡിയാണ്. നമുക്കിനി ഇതിനെ അപ്പച്ചമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൻ്റെ താഴെ വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ ഈ തട്ടിൽ ഇതുപോലെ ചെറിയൊരു പാത്രം വെച്ചിട്ട് ഇതിൽ വേണം നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മുടെ ഇഡ്ഡലി പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെറിയൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ച പാത്രം ഇഡ്ഡലി പാത്രത്തിൻ്റെ ഈ തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഇതുപോലെ പകുതി ഭാഗം മാത്രം ഒഴിക്കുക, കാരണം ഇത് വെന്ത് വരുമ്പോൾ മുകളിലേക്ക് പൊന്തി വരും. അതുകൊണ്ട് ഇതുപോലെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം മാത്രം മാവ് ഒഴിക്കുക. ഇനി നമുക്കിതിനെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് കാഷ്യൂനട്ട് റേസിൻസും വെച്ച് ഇത് ഗാർണിഷ് ചെയ്യാം. അത് വന്നിട്ട് ഓപ്ഷണലാണ്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് കാഷ്യൂനട്ട് റേസിൻസും വെച്ചൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ വട്ടയപ്പം ആവിയിൽ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വെന്തോന്നറിയാനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു വുഡൻ സ്റ്റിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നൈഫോ ഫോർക്കോ എന്തെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തു നോക്കാം. ഇതിപ്പോൾ മാവ് ഒട്ടും ഒട്ടിപ്പിടിച്ചിരിപ്പില്ല. നമ്മുടെ വട്ടയപ്പം ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പം നമ്മുടെ വട്ടയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നതിന് ശേഷം മാത്രം വട്ടയപ്പം ഈ പാത്രത്തിൽ നിന്ന് വിടിയിച്ചെടുക്കണം. ഇതുപോലെ വലിയൊരു പാത്രത്തിലും ഞാൻ വട്ടയപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. പാത്രത്തിൽ നിന്ന് വേഗം വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി വട്ടയപ്പം ഈ പാത്രത്തിൽ നിന്നും റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് നമ്മൾ വിടിയിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കമഴ്ത്തി പിടിച്ച ശേഷം പുറവശത്ത് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ പുറത്തേക്കെടുക്കാം. നമ്മുടെ സ്പോഞ്ച് പോലുള്ള വട്ടയപ്പം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് പോലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണിത്. നല്ല സ്പോഞ്ച് പോലെയുള്ള ഈ വട്ടയപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല സ്പോഞ്ച് പോലെയുള്ള ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. തേങ്ങ ചേർക്കാതെ നമുക്ക് അവലും ചോറും മാത്രം ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഈ വട്ടയപ്പം വളരെ ടേസ്റ്റുള്ള ഒന്നാണ്. മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക്